പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ വലിയ സന്ദേശം അനുസരിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മക്കളായ ഞങ്ങളെല്ലാവരെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളുടെ ഉത്തരവാദിത്വത്തോടെ, പൗരോഹിത്യത്തിന്റെ പിതൃത്വത്തിന്റെ ഉത്തരവാദിത്വത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഡെയിലി ബ്രെഡ്, അന്നു വേണ്ട ആഹാരം ഞങ്ങളുടെ മക്കൾക്ക് സംലഭ്യമാക്കാൻ വേണ്ടി കർത്താവെ അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് ഈ ഒരു പുതിയ ശുശ്രൂഷയിലേക്ക് ഞങ്ങളെ ആനയിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ ശ്രവിക്കാനും ഗ്രഹിക്കാനും അതുപോലെ ജീവിക്കാനും പ്രാവർത്തികമാക്കാനും ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായി പരിശുദ്ധ അമ്മയുടെയും യൗസേപ്പ് പിതാവിന്റെയും ഉണ്ണീശോയുടെയും എല്ലാ വിശുദ്ധരുടെയും മാലാഖമാരുടെയും നിറസാന്നിധ്യത്തിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, മാതാപിതാക്കൾ ആകുക എന്നുള്ളത് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു ജീവിതമാണ്. അതോടൊപ്പം തന്നെ ഒത്തിരി വെല്ലുവിളി നിറഞ്ഞ ഒരു ഉത്തരവാദിത്വമാണ് ഈ മാതാപിതാക്കൾ ആകുക എന്നുള്ളത്. അതായത് മക്കളെ വളർത്തുക, മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തില് ഒത്തിരി തിന്മയും ഒത്തിരി പൈശാചികതയും ഒത്തിരി പ്രലോഭനങ്ങളും ഒത്തിരി എതിർപ്പുകളും ഒക്കെ നിറയപ്പെട്ട് നിൽക്കുന്ന ഈ കാലഘട്ടത്തില് മക്കളെ വളർത്തി എടുക്കാന്ന് പറഞ്ഞാൽ വലിയ കഷ്ടപ്പാടാണ്. അത് ചെയ്താൽ ഞാൻ പറയും വലിയ പ്രതിഫലം അതിനാൽ തന്നെ നമുക്ക് ലഭിക്കും. ഞാനൊരു അപ്പനാണ്. ഞാൻ എപ്പോഴും വിശ്വസിക്കുക അഗസ്തീനോസ് പുണ്യവാളൻ പറഞ്ഞ ഒരു കാര്യമാണ്. ഒരു പുരോഹിതൻ എപ്പോൾ ആത്മാക്കളെ സ്വർഗത്തിൽ ജനിപ്പിക്കുന്നുവോ അപ്പോൾ അവൻ ഒരു അച്ഛനാകും. അച്ഛന്മാരെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഫാദർ. ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും മാതാപിതാക്കളാണ്. നമ്മുടെ ഉത്തരവാദിത്വം നമുക്ക് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മക്കളെ വളർത്തി സ്വർഗത്തിൽ എത്തിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ വളർച്ചയിൽ നമ്മൾ ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് നമ്മുടെ മക്കള് ശാരീരികമായി, ആത്മീയമായി, മാനസികമായി, വൈകാരികമായിട്ട് വളരണം. പഠനത്തില്, സ്വഭാവത്തില്, വിശുദ്ധിയില് ഒത്തിരിയേറെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് ജോലി കിട്ടി അല്ലെങ്കിൽ വിദേശത്ത് പോയി പഠിച്ച് ഉന്നതരായിട്ട് വളരണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കളെല്ലാവരും സ്വർഗത്തിൽ എത്തിച്ചേരണം, സ്വർഗത്തിലേക്ക് വളരണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. അപ്പൊ നമ്മുടെ വിജയം എന്ന് പറഞ്ഞാൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന മക്കളെ സ്വർഗത്തിൽ എത്തിപ്പിക്കണം. അത് വളരെയേറെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. നമ്മൾ ഈ ശുശ്രൂഷ ആരംഭിക്കുന്നത് അതിനുവേണ്ടി നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട അന്നു വേണ്ട ആഹാരം നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കണം. ഒരപ്പന്റെയും ഒരമ്മയുടെയും വിളിക്കപ്പെട്ട ഒരു വൈദികന്റെയും ഒരു സന്യസ്തയുടെയും ഉത്തരവാദിത്വം തങ്ങളെ പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് അന്നു വേണ്ട ആഹാരം ഈ വളർച്ചയിൽ കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെവരെ ഈ ദൗത്യത്തിൽ, ഈ വളർച്ചയിൽ നമ്മുടെ മക്കൾക്ക് നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സഹായം അല്ലെങ്കിൽ ഭക്ഷണം എന്ന് പറയുന്നത് ദൈവത്തിലേക്ക് നമ്മുടെ മക്കളെ ഉയർത്തുക, വളർത്തുക. ദൈവത്തിൽ തൈത്തണ്ടിൽ ചാകയെന്ന പോലെ യേശുവിൽ മക്കളെ വളർത്തുക, സമർപ്പിക്കുക. അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ സഹായം, സ്വർഗത്തിന്റെ സഹായം, അതിസ്വാഭാവികമായ കൃപകൾ നമ്മുടെ മക്കൾക്ക് വാങ്ങിച്ച് കൊടുക്കുക എന്നുള്ളത് മാതാപിതാക്കളായ നമുക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കൃപ കൊടുക്കണം. ഞാൻ ഈ ദിവസങ്ങളൊക്കെ
ഒത്തിരിയേറെ മക്കൾ എന്നെ വിളിച്ചു, പല മക്കൾ കാണാൻ വന്നു, പലരോട് സംസാരിക്കാനൊക്കെ ഇടയായി. അപ്പൊ ഈ മക്കളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോ നമുക്ക് കൊടുക്കാൻ കഴിയാതെ പോയ, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത പല കാര്യങ്ങളുമാണ് നമ്മുടെ മക്കളെ നാശത്തിലേക്ക്, തകർച്ചയിലേക്ക് നയിച്ചത്. ഇന്നലെ ഒരു അമ്മച്ചി എന്നെ കാണാൻ വേണ്ടി വന്നു. അമ്മച്ചിയുടെ സങ്കടം വളരെ വലുതാണ്. അമ്മച്ചി പറയാ, അമ്മച്ചിയുടെ മകൻ വിദേശത്താണ്, വിവാഹം കഴിഞ്ഞു, വിദേശത്ത് വീടൊക്കെ വാങ്ങിച്ചു, അതിന്റെ പേരിലൊക്കെ സാമ്പത്തികമായ വലിയ ബാധ്യത വന്നു. ഇവനിപ്പോൾ ഇന്നലെ വിളിച്ചിട്ട് അവൻ അമ്മയോട് പറയാ, അമ്മേ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ. വീഡിയോ കോളിൽ വന്നിട്ട് ഇവൻ മദ്യമെടുത്ത് വെച്ച്, ഇതെല്ലാം പറഞ്ഞിട്ട് മദ്യമെടുത്ത് വെച്ചിട്ട് കുറെ പൊടികളും വിഷമൊക്കെ ഈ മദ്യത്തില് കലർത്തിയിട്ട് അമ്മയുടെ മുമ്പിൽ വെച്ച് അവൻ കുടിക്കാണ്. അമ്മ അലറി കരയുക. അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിദേശത്താണ് മകൻ, അമ്മ നാട്ടില് എന്ത് ചെയ്യാൻ പറ്റും? അമ്മ അപ്പൊ തന്നെ അമ്മയുടെ മോൾ അവിടെയുണ്ട്, കുറെ ദൂരെയാണ്, വിളിച്ചു. അവള് ആകപ്പാടെ പേടിച്ചു, അവൻ മരിച്ചാൽ വിദേശം, കേസ്, പല കാര്യങ്ങള്, ആത്മഹത്യ. അങ്ങനെ ഇവള് ഒരു കണക്കിന് അവിടെ ചെന്നു. അതിനിടയ്ക്ക് അവൻ കുറെ കഴിഞ്ഞപ്പോ പിന്നെ ഭാര്യയ്ക്ക് വിളിച്ചെന്നാ പറയാ, അവൻ മരിച്ചിട്ടില്ല. അങ്ങനെ അവൻ ഇപ്പോൾ ആശുപത്രിയില്ല. ഈ അമ്മ പറയാണ്, എന്റെ അച്ഛ, ഞാൻ ഇന്ന് ഇതിനെ കുറിച്ച് പറയുമ്പോ ഇവന്റെ അപ്പൻ ഈ ആത്മഹത്യ പ്രവണതയുള്ള ഒരു വ്യക്തി, മദ്യപാനി, ഈ മദ്യപാനാവസ്ഥയില് ഈ ആത്മഹത്യക്ക് വേണ്ടി പലവട്ടം ഈ അപ്പൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ മകൻ ഗർഭസ്ഥാവസ്ഥയിൽ ആയിരിക്കുമ്പോ ഈ അമ്മയുടെ മുമ്പിൽ വെച്ച് മദ്യപിച്ച് വന്ന് ഫാനിൽ കെട്ടിത്തൂങ്ങാൻ ഈ അപ്പൻ ശ്രമിക്കുകയും അമ്മ അലറി വിളിച്ച് ആളുകളെ കൂട്ടി പല രാത്രികളില് ഈ അപ്പന് വേണ്ടി, അപ്പൻ ചാവാതിരിക്കാൻ വേണ്ടി കാവലിരുന്ന ഒരമ്മ, ഒരു കുടുംബത്തിന്റെ അവസ്ഥ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ആഹാരമാണ് ദൈവകൃപ എന്ന് പറയുമ്പോ, ജനിക്കുമ്പോ തന്നെ നമ്മുടെ മക്കൾ ദൈവകൃപയിൽ ജനിക്കണം. ഒരു കാര്യം ഓർത്തോ മക്കളെ, ഇത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഈ ദിവസങ്ങളില് വചനത്തിന്റെ അടിസ്ഥാനത്തില്, കൂദാശയുടെ അടിസ്ഥാനത്തില്, കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനത്തില് ഒത്തിരിയേറെ നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട ആഹാരത്തെ കുറിച്ച് നമ്മൾ കാണും, ധ്യാനിക്കും. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. എന്തിനെന്നറിയോ? നമ്മിലൂടെ, നമ്മുടെ കുടുംബത്തിലൂടെ, നമ്മുടെ ശുശ്രൂഷയിലൂടെ നമ്മുടെ മക്കൾക്ക് ലഭിക്കേണ്ട ആഹാരം, ദൈവകൃപ, ചൈതന്യം കിട്ടാതെ പോയത് ഇന്ന് നമ്മൾ നമ്മുടെ മക്കൾക്ക് സ്വർഗത്തിൽ നിന്ന്, കർത്താവിൽ നിന്ന് ചോദിച്ച് വാങ്ങിച്ച് കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഈ ഡെയിലി ബ്രെഡ് എന്നുള്ള ഈ അനുദിന ആഹാരത്തിന്റെ ഈ ശുശ്രൂഷ എല്ലാവരും ശരിക്കും പങ്കുചേരണം. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് അർത്ഥം മനസ്സിലാക്കി സ്വർഗത്തിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് ലഭിക്കാതെ പോയ ആഹാരം. ഞാൻ പറയാം, മദ്യപാനാവസ്ഥയില് ഒരു മകൻ ജനിക്കുന്നു. വിശുദ്ധിയില്ലാത്ത ജഡികാസക്തിയില്, പാപാസക്തിയില്, വെറുപ്പില്, മ്ലേച്ഛതയില് ഒരു മകൻ, ഒരു മകൾ ജനിക്കുമ്പോ, ആ ജനിക്കുമ്പോ തന്നെ അവന് ലഭിക്കേണ്ട ദൈവകൃപയുടെ ഒരു ആഹാരമുണ്ട്, ഒരു അഭിഷേകമുണ്ട്. ആ മകന് ലഭിക്കാതെ പോവാ, ആ മകൾക്ക്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന് കിട്ടാതെ, നമുക്കറിയാം, വേണ്ട സമയത്ത് നല്ല ആഹാരം കിട്ടിയില്ലെങ്കിൽ ആ ആഹാരക്കുറവിന്റെ പോഷണക്കുറവ് ആ കുഞ്ഞിന്റെ വളർച്ചയില്, ശരീരത്തിലുണ്ടാവും. എന്ന് പറഞ്ഞ പോലെ ലഭിക്കേണ്ട കൃപ, ലഭിക്കേണ്ട ദൈവിക ജീവൻ ഉത്ഭവ സമയത്ത് കിട്ടാതെ പോയാൽ അത് കുഞ്ഞില് ഒത്തിരിയേറെ ഇല്ലായ്മകള്, കുറവുകള്, വളർച്ചക്കുറവ്, പോഷകക്കുറവ് ഉണ്ടാക്കുമെന്ന് മാത്രമല്ല അതിൻ്റെതായ രോഗങ്ങള്, പോരായ്മകള്, വൈകല്യങ്ങള് സ്വഭാവത്തില്, ശരീരത്തില്, ആസക്തിയില്, ചിന്തയില്, പ്രവൃത്തിയിലൊക്കെ ഉണ്ടാവും. ഇത് വലിയൊരു സത്യമാണ് മക്കളെ. അതുകൊണ്ട് നമ്മള് നമ്മുടെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട് മക്കളുടെ ജനനം മുതല് വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും മക്കൾക്ക് ഓരോ ദിവസവും ലഭിക്കേണ്ട ആഹാരം നമ്മൾ കൊടുത്തിട്ടുണ്ടോ? അതൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ കുറെ ധ്യാനിച്ച്, പ്രാർത്ഥിച്ച്, പരിശോധിച്ച്, ആത്മശോധന ചെയ്ത് അതിന് അനുരഞ്ജനപ്പെടേണ്ടത് അനുരഞ്ജനപ്പെട്ട്, പരിഹരിക്കേണ്ടത് പരിഹരിച്ച് നമ്മുടെ മക്കൾക്ക് നമ്മിലൂടെ ലഭിക്കേണ്ട അനുദിന ആഹാരം
ലഭിക്കാതെ പോയത് ഇന്ന് നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. ജീവന്റെ അപ്പമായ ഈശോ, അപ്പത്തിന്റെ രൂപത്തില് ദിവ്യകാരുണ്യമായിട്ട് എഴുന്നള്ളി വന്ന ഈശോ, ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്നത് എന്റെ ശരീരമാണെന്ന് പറഞ്ഞ ഈശോ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് ഞാനെന്ന് പറഞ്ഞ ഈശോ, ആ ഈശോ തന്നെ തന്നെ നൽകുമ്പോ ജീവനാണ്, കൃപയാണ്, അത് മക്കൾക്ക് കൊടുക്കണം. നമ്മൾ ചിന്തിക്കുന്നത് ഉത്ഭവ സമയത്തുള്ള ഒരു മേഖലയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട അപ്പന്റെ സ്വഭാവം, അമ്മയുടെ സ്വഭാവം, ജനിച്ച സമയത്തുള്ള അവസ്ഥകള്, ഇതെല്ലാം നമ്മുടെ മക്കൾക്ക് ലഭിക്കേണ്ട ആഹാരം നൽകാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഇനി ഈ ദിവസങ്ങളിലൊക്കെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ വചനത്തെ നമ്മൾ എടുക്കും. ആ വചനമാകുന്ന അപ്പത്തെ, വചനമാകുന്ന ജീവന്റെ അപ്പത്തെ, വചനമാകുന്ന യേശുവിനെ നമ്മൾ അവകാശപ്പെട്ടുകൊണ്ട് ആ വചനത്തിന്റെ അടിസ്ഥാനത്തില് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഉദാശകള് അതിനുവേണ്ടി പ്രാർത്ഥിക്കും. നഷ്ടപ്പെട്ടു പോയ കൃപകൾ ഉദാശയിലൂടെ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട അപ്പം, ജീവന്റെ അപ്പം നമുക്ക് കൊടുക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. ആദ്യ കുർബാന സ്വീകരിക്കുമ്പോൾ മദ്യം വിളമ്പിയത്, വിവാഹത്തിന്റെ മദ്യം വിളമ്പിയത്, അല്ലെങ്കിൽ ജഡിക പാപാവസ്ഥയിൽ ജീവിച്ചത്, അങ്ങനെ പല പല കാര്യത്തില് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കൾക്ക് ലഭിക്കേണ്ട അന്നു വേണ്ട ആഹാരം ലഭിക്കാതെ പോയിട്ടുണ്ട്. അതേ ദിവസങ്ങളില് എന്തുകൊണ്ട് 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 എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് ലഭിച്ച കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ട സംരക്ഷണം നമ്മൾ ചോദിച്ചു വാങ്ങിച്ചു കൊടുക്കണം. നമ്മുടെ മക്കൾക്ക് വേണ്ട ദൈവത്തിന്റെ ശക്തി നമ്മൾ ചോദിച്ചു വാങ്ങിച്ചു കൊടുക്കണം. നമ്മുടെ മക്കൾക്ക് വേണ്ട ബുദ്ധി, അറിവ്, ജ്ഞാനം, വിവേകം, ഇതെല്ലാം നമ്മൾ ചോദിച്ചു വാങ്ങിച്ച് കൊടുക്കണം. ഒരപ്പൻ ചോദിച്ചാൽ, ഒരമ്മ ചോദിച്ചാൽ ദൈവം തരും. അത് നമ്മൾ വചനത്തിന്റെയും കൂദാശയുടെയും അടിസ്ഥാനത്തിൽ, ഈ അധികാരത്തിൽ അപ്പന്റെയും അമ്മയുടെയും അച്ഛന്റെയും പുരോഹിതന്റെയും ഒരു സന്യസ്തയുടെയും, ഒരമ്മയാണ് കന്യാസ്ത്രീ, ഒരപ്പനാണ്, ഫാദറാണ് പുരോഹിതൻ. ഇന്ന് അത് ചെയ്യണം. ഇന്ന് പ്രിയപ്പെട്ട മക്കളെ, ഇത് ചോദിച്ചു വാങ്ങിച്ച മക്കൾക്ക് കൊടുക്കാതെ ഇന്ന് പുരോഹിതരും കന്യാസ്ത്രീമാരും അപ്പന്മാരും അമ്മമാരും ഈ മാതാപിതാക്കളുടെ ദൗത്യം പൂർത്തീകരിക്കാതെ പോയത് നമ്മുടെ മക്കൾ നശിച്ചു പോകാനും, പിശാചിന്റെ പിടിയിൽ പെട്ടെന്ന് വീണു പോകാനും, വേലിക്കെട്ട് പൊളിഞ്ഞ പിശാചിന് കേറിപ്പറ്റാനും ഒക്കെ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കൾ, ഇതിന്റെയൊക്കെ ആഴങ്ങളിലേക്ക് ഈ ഡെയിലി ബ്രെഡ് എന്നുള്ള അന്നു വേണ്ട ആഹാരം എന്നുള്ള ഈ ശുശ്രൂഷയിലൂടെ സ്വർഗം നമ്മെ ആനയിക്കണം. ഞാൻ ഓർക്കാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരാധനയ്ക്ക് ഇരിക്കുമ്പോ കുറെ മേഖലകള് പ്രിയപ്പെട്ട മക്കളെ യേശു വെളിപ്പെടുത്തി തരുമോ. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് ആരും നിരാശപ്പെടാനല്ലോ. നമ്മൾ എന്ത് ചെയ്യണം? അതിലൂടെ മക്കൾക്ക് ലഭിക്കാതെ പോയത് ഇന്ന് നമ്മൾ ചോദിച്ചു വാങ്ങിച്ചു കൊടുക്കണം. നമ്മൾ മോണിക്ക പുണ്യവതിയുടെ മാതൃകയില് നമ്മൾ കണ്ടു. മോണിക്ക പുണ്യവതി തന്റെ ഭർത്താവ് പെട്രീഷ്യസിന് വേണ്ടി ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു. അങ്ങനെ അവസാനം അദ്ദേഹം മാനസാന്തരപ്പെട്ട് കഴിയുമ്പോഴേക്കും അഗസ്തീനോസ് അപ്പന്റെ വഴിയിലൂടെ തന്നെ പോവാണ്. അപ്പനേക്കാൾ മോശമായിട്ട്. ഒരു കാര്യം ഓർത്തോ, അപ്പൻ മോശമാണോ? മകൻ അപ്പനേക്കാൾ മോശമാകാം. എല്ലാം ഒന്നുമില്ല, ചിലപ്പോൾ അങ്ങനെ ആയിപ്പോയി. അപ്പോൾ അതിനോർത്ത് ചങ്കുപൊട്ടി കരയുന്ന ഈ മോണിക്ക പുണ്യവതിയോട് ഈ പെട്രീഷ്യസ് പറയും, എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ, എന്റെ പാപത്തിന്റെ ഫലമാണ് ഇവനിങ്ങനെ ആയത്. മാനസാന്തരപ്പെട്ട് തന്റെ പാപത്തിലൂടെ, തന്റെ വഴിവിട്ട ജീവിതത്തിലൂടെ മകനിലേക്ക് കടന്നു ചെന്ന അവസ്ഥയെ കർത്താവിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അതിലൂടെ നഷ്ടപ്പെട്ടു പോയ കൃപ മകന് തിരിച്ചു കൊടുക്കണമേ എന്ന് പറഞ്ഞ് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഈ അപ്പനും അമ്മയും, ഇത് നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചാണ്ടല്ലോ. കർത്താവ് അവിടെ ശക്തമായിട്ട് ഇടപെട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ട കൃപ, ഈ ആഹാരം, ഈ വലിയ ശക്തി, ജീവൻ കൊടുത്ത് നമ്മുടെ മക്കളെ പെട്ടെന്ന് ചില അടിമത്തത്തിൽ നിന്നൊക്കെ മോചനം പ്രാപിക്കും. അത് ചോദിച്ചു വാങ്ങിച്ചു കൊടുക്കുന്ന വലിയ ശുശ്രൂഷയാണ് മക്കളെ ഡെയിലി ബ്രെഡ്, അന്നു വേണ്ട ആഹാരം. ഇനി ഇതിന്റെ ആഴങ്ങളിലേക്ക് കർത്താവ് നമ്മളെ ആനയിക്കും. വലിയ പ്രാർത്ഥനയോടുകൂടി എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെല്ലാവരെയും അച്ഛൻ ഈ ഡെയിലി ബ്രെഡ് മക്കൾക്ക് വേണ്ടി, അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടിയുള്ള ഈ മഹാശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്.
ഇതിന്റെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. മാത്രമല്ല, ഒത്തിരി തിന്മ നിറഞ്ഞ, പൈശാചികത നിറഞ്ഞ ഈ ലോകത്തില് ജോബ് തന്റെ മക്കൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് മക്കളിലേക്ക്, കുടുംബത്തിലേക്ക് പിശാച് കയറാതിരിക്കാൻ വേണ്ടി വേലിക്കെട്ട് കെട്ടി ഉറപ്പിച്ച പോലെ, സാത്താന് കയറാൻ പറ്റാതെ പോയതുപോലെ നമ്മുടെ മക്കൾക്ക് ചുറ്റും വേലി കെട്ടുന്ന ശുശ്രൂഷ കൂടിയാണ് അന്നു വേണ്ട ആഹാരം എന്നുള്ള ഈ ശുശ്രൂഷ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്. അതിന് പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഒരിക്കൽ കൂടി വലിയൊരു ശുശ്രൂഷയിലേക്ക് ഇന്ന് പ്രവേശിക്കാം. നാളെ മുതൽ ഓരോ മേഖലകളെ എടുത്ത് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന ആഹാരം കിട്ടാതെ പോയത് ഇന്ന് നമ്മൾ സ്വർഗത്തിൽ നിന്ന് ചോദിച്ച് വാങ്ങിച്ചു കൊടുക്കും. ഇനി അങ്ങോട്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട ആഹാരത്തെ കുറിച്ചൊക്കെ സ്വർഗം വെളിപ്പെടുത്തി തരുമ്പോ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ മക്കൾക്ക് ഈ ആഹാരം കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ആഹാരമാണ്, സഹായമാണ് ദൈവത്തെ കൊടുക്കുക, ദൈവത്തിന്റെ സംരക്ഷണം വാങ്ങിച്ചു കൊടുക്കുക, ദൈവകൃപ വാങ്ങിച്ചു കൊടുക്കുക, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ജ്ഞാനം, ബുദ്ധി, അറിവ്, വിവേകം, ഭക്തി, വരങ്ങളും ദാനങ്ങളും ഫലങ്ങളുമായിട്ട് മക്കൾക്ക് ചോദിച്ച് വാങ്ങിച്ചു കൊടുക്കുക. നമ്മുടെ മക്കൾ നശിച്ചൊന്നും പോയില്ല, പക്ഷെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ. അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ അനുദിന ആഹാരത്തിന്റെ ഈ വലിയ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും അച്ഛന സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് വലിയ പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ട മക്കളെ, ഒരിക്കൽ കൂടി അച്ഛൻ പറയാണ്, നമ്മുടെ ഈ ശുശ്രൂഷ മക്കൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്, കുടുംബത്തിന് വേണ്ടിയുള്ളത്. അതുകൊണ്ടാണ് തിരുക്കുടുംബത്തിന്റെ സജീവ സാന്നിധ്യത്തിലാണ് നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുന്നതും ഈ ശുശ്രൂഷയിലായിരിക്കുന്നതും. അതുകൊണ്ട് നിങ്ങൾ ഈ കുടുംബത്തിന്റെ ശുശ്രൂഷ, മക്കൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ അനേകായിരങ്ങളിലേക്ക്, ലക്ഷങ്ങളിലേക്ക് ഈ ശുശ്രൂഷ നമ്മൾ പകർന്നു കൊടുക്കണം, പങ്കുവച്ചു കൊടുക്കണം. അനേകരെ പ്രേരിപ്പിക്കുക. അനേകം മാതാപിതാക്കള് കണ്ണീരോടെ ഈ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. മക്കളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പനും അമ്മയും അച്ഛന്മാരും കന്യാസ്ത്രീമാരും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ മക്കള് ഇതുപോലെ നശിച്ചു പോകുന്നേ, പരാജയപ്പെട്ടു പോകുന്നേ, രക്ഷപ്പെടാതെ പോകുന്നേ, തിന്മ കയറി പറ്റുന്നേ, പൈശാചിക ശക്തികൾ കീഴ്പ്പെടുത്തുന്നേ. നമ്മൾ അറിഞ്ഞ് നമ്മുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കണത് നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കാം. മക്കൾ രക്ഷപ്പെടും. മക്കൾ ആരോഗ്യത്തില്, നല്ല പോഷണത്തില്, നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ച് നല്ല കൃപയില് അവർ വളരും. ഏത് പിശാചിനെയും നമുക്ക് ഒരുമിച്ച് നിന്ന് കീഴ്പ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ശുശ്രൂഷ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇത് നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മൾ ചെറിയ ഒരു ആരാധനയിലൂടെ ഈ ശുശ്രൂഷയെ കർത്താവിന്റെ ദിവ്യകാരുണ്യ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ട ആഹാരം കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് നൽകണം. ഈശോ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയാണല്ലോ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, അന്നു വേണ്ട ആഹാരം ഞങ്ങളുടെ മക്കൾക്ക് നൽകി ഈശോയെ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം. ജീവദായകമായ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഈ ഒരു വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്ന് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, ശുശ്രൂഷ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ ശുശ്രൂഷയിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദിവസങ്ങൾ ഒരിക്കലും മുടങ്ങാതെ, അധിക സമയമെടുക്കത്തില്ല. ചെറിയ ഒരു വചനത്തിന്റെ അടിസ്ഥാനത്തില്, അല്ലെങ്കിൽ ചെറിയൊരു മേഖലയില്, ചെറിയ ഒരു കൂദാശയുടെ മേഖലയില് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് അവിടുത്തെ ആ ഒരു ആഹാരം നൽകപ്പെടാൻ കഴിയാതെ പോയത് പരിഹരിച്ചുകൊണ്ട് ചോദിച്ചു വാങ്ങിക്കുന്നു, കൊടുക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതാണ് ഈ ശുശ്രൂഷ. പ്രിയപ്പെട്ടവരെ, വലിയ മാറ്റങ്ങൾ നമ്മുടെ മക്കളില്, നമ്മുടെ കുടുംബങ്ങളില്, നമ്മുടെ ജീവിതത്തില്, എല്ലാ തലങ്ങളിലും സംഭവിക്കുന്ന ഒരു സുവിശേഷമാണ്, സത്യ ശുശ്രൂഷയാണ്. ഒരു സംശയമില്ല. ഒത്തിരി സന്ദേശങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈശോ നമുക്ക് നൽകിയിട്ടുണ്ട്. അതൊക്കെ സ്വീകരിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. പ്രാർത്ഥനയോടെ അല്പസമയം നമുക്ക് ആരാധനയായിരിക്കാം. ഈശോ നാം എല്ലാവരും അനുഗ്രഹിക്കട്ടെ മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങൾക്ക് ജീവൻ നൽകാൻ വേണ്ടി ജീവന്റെ അപ്പമായിട്ട് ഞങ്ങളുടെ മധ്യേ എപ്പോഴും ആയിരിക്കുക മാത്രമല്ല, ഞങ്ങളെ ഒന്നായി തീരുവാൻ വേണ്ടി ജീവന്റെ അപ്പമായിട്ട് ഞങ്ങളിൽ വസിക്കുന്ന കർത്താവെ, ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഡെയിലി ബ്രെഡ് എന്നുള്ള ശുശ്രൂഷ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒരുക്കി തന്നുകൊണ്ട് ഈ ദിവസങ്ങളില് കർത്താവെ അങ്ങയുടെ സന്നിധിയില്
ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾക്ക് നൽകാൻ കഴിയാതെ പോയ അപ്പം അവർക്ക് വളരാനും അവർക്ക് ജീവൻ പ്രാപിക്കാനും ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും വേണ്ടി ഞങ്ങളിലൂടെ അങ്ങ് നൽകാൻ ആഗ്രഹിച്ച ആ ജീവന്റെ അപ്പം, അനുദിന ആഹാരം നൽകാൻ കഴിയാതെ പോയത് ഈശോയെ ഞങ്ങളുടെ മക്കൾക്ക് തിരിച്ചു നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് വേണ്ട ആഹാരം, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട ആഹാരം അങ്ങ് നൽകണം. അതോടൊപ്പം തന്നെ കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് നൽകേണ്ട ആഹാരം തിരിച്ചറിഞ്ഞ് അത് മക്കൾക്ക് കൊടുത്ത് അങ്ങയിലേക്ക് അടുപ്പിച്ച് അങ്ങയിൽ ഉറപ്പിച്ച് അങ്ങയുടെ കൃപ ഞങ്ങളുടെ മക്കളിലേക്ക് പകർന്നു കൊടുത്ത് സ്വർഗത്തിന്റെ സഹായം ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചോദിച്ചു വാങ്ങിച്ചു കൊടുത്ത് ദൈവിക ജ്ഞാനത്താൽ ഞങ്ങളുടെ മക്കൾ നിറയപ്പെടാൻ വേണ്ടി പരിശുദ്ധാത്മാവിനാൽ നിറച്ചു കൊടുത്ത് ജോബിനെ പോലെ മക്കൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് സംരക്ഷണം ഉറപ്പിച്ചു കൊടുത്ത് കർത്താവേ, ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ മക്കളെ വലിയ കൃപയിൽ വളർത്തുവാൻ, ഫലങ്ങളിൽ നിറയ്ക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് ഇടയാക്കി തരികയാണല്ലോ. അതിനെ ഓർത്ത് സ്വയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഈ ശുശ്രൂഷയിലേക്ക് അങ്ങ് അനേക ആയിരങ്ങളെ കൂട്ടിക്കൊണ്ടുവരണമേ. പറയപ്പെടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി എളിമപ്പെട്ട് പശ്ചാത്തപിച്ച് ഉപേക്ഷകളെ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് വീണ്ടും വലിയൊരു അഭിഷേകത്തിലേക്ക്, കൃപയിലേക്ക് ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ആനയിക്കത്തക്ക വിധത്തില് വലിയൊരു അഭിഷേക ശുശ്രൂഷയാക്കി ഈ ഡെയിലി ബ്രെഡ്, അന്നു വേണ്ട ആഹാരം എന്നുള്ള ശുശ്രൂഷ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കി തരണമേ. അങ്ങനെ കർത്താവേ, ഞങ്ങളുടെ മക്കൾ വളർച്ചയ്ക്ക് ആവശ്യമായ ആഹാരം ലഭിച്ച് ഒരു പോഷകക്കുറവുമില്ലാതെ ആഹാരത്തിന്റെ അഭാവത്തിൽ വന്നുപോയ എല്ലാ പോരായ്മകളും, പൈശാചിക ബന്ധനങ്ങളും, എല്ലാ അടിമത്തങ്ങളും, ബന്ധനങ്ങളും, തർക്കദോഷങ്ങളും, ചില പ്രവണതകളും വിട്ടുപേക്ഷിച്ചുകൊണ്ട് ആ ജീവന്റെ സമൃദ്ധിയിൽ വീണ്ടും ശക്തി പ്രാപിക്കട്ടെ, അഭിഷേകം പ്രാപിക്കട്ടെ. അതിനുവേണ്ടി കർത്താവേ, ഈ ശുശ്രൂഷ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അതിനുവേണ്ടി അങ്ങാണ് ഈ ശുശ്രൂഷ ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി തന്നിരിക്കുന്ന അർത്ഥം മനസ്സിലാക്കി, ഗൗരവം മനസ്സിലാക്കി, അപ്പനായ, അമ്മയായ, പുരോഹിതനായ, കന്യാസ്ത്രീയായ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞ് മക്കൾക്ക് വേണ്ട ആഹാരം വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കട്ടെ. അതിനുവേണ്ട അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. തിരുക്കുടുംബത്തിന്റെ സജീവ സാന്നിധ്യത്തില്, ദിവ്യകാരുണ്യ സന്നിധിയില്, സ്വർഗത്തോട് ചേർന്ന്, മാലാഖമാരോട് ചേർന്ന് ഞങ്ങളുടെ മക്കളെല്ലാം സമർപ്പിച്ചുകൊണ്ട് അന്നു വേണ്ട ആഹാരത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ എല്ലാ മക്കളെയും സമർപ്പിക്കാം. നമ്മുടെ വലിയ കൂട്ടായ്മയെ സമർപ്പിക്കാം. മക്കൾക്ക് വേണ്ടിയുള്ള അന്നു വേണ്ട ആഹാരത്തിന്റെ ശുശ്രൂഷ സമർപ്പിക്കാം. കർത്താവിന്റെ വലിയ ഇടപെടല്, ജീവന്റെ സമൃദ്ധിയില്, ആഹാരത്തിന്റെ സമൃദ്ധിയില് നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും ഒത്തിരിയേറെ അനുഗ്രഹിക്കുന്ന ഈ ശുശ്രൂഷയാണ്. നമ്മളതിലേക്കായിട്ട് നമ്മൾ തന്നെ സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങള്, പ്രാർത്ഥനകള് നന്ദിയോടെ നമുക്ക് കർത്താവിലേക്ക് സമർപ്പിക്കാം. അതുപോലെ തന്നെ മോണിക്ക പുണ്യമതിയുടെ നൊവേനയില് അനേകം മക്കളെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് ചൊരിഞ്ഞ കൃപകള്, അനുഗ്രഹങ്ങള്, വലിയ മാനസാന്തരങ്ങള്, സൗഖ്യങ്ങള്, തടസ്സങ്ങൾ മാറി, പഠനത്തില് ഉന്നതമായ അഭിഷേകം നിറഞ്ഞു, പേടി മാറി, ഒത്തിരിയേറെ മക്കൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിനോട് സ്ഥിരോത്സാഹത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം അനുഗ്രഹിക്കും. അതുകൊണ്ട് ഈ ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ മക്കൾക്കായി പ്രാർത്ഥിക്കാം. എല്ലാവരും അനുഗ്രഹിക്കും. മക്കളെ, വലിയ മാറ്റം നമ്മുടെ മക്കളിൽ സംഭവിക്കും. സത്യം തീർച്ച, അതിൽ യാതൊരു സംശയവുമില്ല. മോണിക്ക പുണ്യവതിയുടെ മാതൃക, അനേക വിശുദ്ധരുടെ മാതൃക ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മെ പ്രചോദിപ്പിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നിശബ്ദമായിട്ട് മക്കൾക്കായി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ ഈശോയേ.
ജീവന്റെ അപ്പമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.